ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണിയുടെ ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന അമ്മായിമാരുടെ അടുത്തേക്ക് ധനലക്ഷ്മി ഓടിപ്പാഞ്ഞു വന്നിട്ട് പറയുന്നുണ്ട്, എല്ലാവർക്കും സന്തോഷം ഉണ്ടാക്കുന്ന മനസ്സ് നിറയ്ക്കുന്ന ഒരു വാർത്തയായിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. സുലോചന ചോദിക്കുന്നുണ്ട്, ഞങ്ങളുടെ ജോലി തിരിച്ചു കിട്ടുന്ന കാര്യമാണോന്ന്. എന്നാൽ ഒരുപാട് കാഴ്ചകൾ കാണാൻ ഒരവസരം വരാൻ പോവുകയാണെന്നാണ് ധനലക്ഷ്മി മറുപടി കൊടുക്കുന്നത്. അത് കേൾക്കുമ്പോൾ ഭാമയൊക്കെ ആണെങ്കിലും ചോദിക്കുന്നുണ്ട്, എവിടേക്കെങ്കിലും ടൂറിന് പോകാനാണോന്ന്. അപ്പൊ ധനലക്ഷ്മി എല്ലാവരോടായിട്ട് പറഞ്ഞു കൊടുക്കും, വരുന്നുണ്ടല്ലോ അന്ന് വന്ന് അധോലോകക്കാരനില്ലേ, അങ്ങേർക്ക് ഈ വീട് വിൽക്കാൻ പോവുകയാണെന്ന്. അതുകൊണ്ട് സകല സാധനങ്ങളും വാരിപ്പെറുക്കിയെടുത്ത് റോട്ടിലോട്ട് ഇറങ്ങി കാഴ്ചകൾ കണ്ട് നടന്നാ മതി. ഇനി അമ്മായിമാർക്കും ഇത് കേൾക്കുമ്പോ പേടിയാവുന്നുണ്ട്. ഇതെല്ലാം കേട്ടുകൊണ്ട് വരുന്ന ശ്രീനിവാസനാണെങ്കിലും തകർന്നു പോകുന്നു. ശേഷം ധനലക്ഷ്മി പറയും, ആ കൺമണി അവളെ ഒറ്റ ഒരുത്തിയാണ് ഇതിനെല്ലാം കാരണക്കാരി. തറവാടിന്റെ അസ്ഥിവാരം തോട്ടിയിട്ട് അവള് പൊടിയും തട്ടി അങ്ങോട്ട് പോവുകയും ചെയ്തു. എന്നാൽ കൺമണിയെ നീ കുറ്റപ്പെടുത്തണ്ടെന്നും ഇതിനെല്ലാം ഉത്തരവാദി നീയാണെന്നും ശാന്ത ധനലക്ഷ്മിയെ ചൂണ്ടി കുറ്റപ്പെടുത്തുമ്പോ, അത് ശരി, കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കണ്ടവനെ അല്ലേ, വല്ലതും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിലേ അത് പുന്നാര അനന്തരങ്ങളോട് മതി എന്നിങ്ങനെ തർക്കുത്തരം പറയുകയാണ് ധനലക്ഷ്മി. അതേസമയം ഭാമ പറയുന്നുണ്ട്, എടി കൺമണി ലോൺ എടുത്ത് ഈ വീടിന്റെ ജപ്തി മാറ്റാൻ വേണ്ടി നിന്നതല്ലേ, അപ്പോഴല്ലേ നീ വരുണിനെയും കൊണ്ട് വന്നത്. അതുകൊണ്ട് നീ തന്നെയാണ് ഇതിന് ഉത്തരവാദിയെന്നും ഞങ്ങളുടെ വീടെങ്ങാനും പോയി കഴിഞ്ഞാൽ ധനലക്ഷ്മി പിന്നെ നീ ജീവിതകാലത്ത് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങില്ല. സുലോചനയും പറയുന്നുണ്ട്, ദേ 101 പവൻ നിന്റെ കയ്യിലുണ്ടല്ലോ, നല്ലൊരു തുക കിട്ടും, എന്നിട്ട് 10 ലക്ഷം രൂപയും കൂടെ ചേർത്ത് അങ്ങോട്ട് കൊടുക്ക്, എന്നിട്ട് ഈ വീട് അങ്ങോട്ട് തിരിച്ചെടുക്ക്. സുലോചനയുടെ വാക്കുകൾ കേട്ടിട്ട്, ആഹാ, അങ്ങനെ എന്റെ 101 പവൻ കണ്ടിട്ടേ ആരും അത്താഴത്തിന് അടുപ്പ് കത്തിക്കണ്ട. ആദ്യം വേണ്ടത് സ്ഥിരതയാ. നിങ്ങൾക്ക് സ്ഥിരതയില്ല. എന്നാൽ അമ്മായിമാരും വിട്ടുകൊടുക്കുന്നില്ല. ധനലക്ഷ്മിയോട് തിരിച്ചു പറയുന്നുണ്ട്, അതേടി ഞങ്ങൾക്ക് സ്ഥിരതയില്ല, വേണമെങ്കിലേ ഞങ്ങൾ നിന്റെ ലോക്കർ വരെ കുത്തിപ്പൊട്ടിക്കും, അത് വെച്ചിട്ട് ഞങ്ങൾ ഞങ്ങളുടെ കടം വീട്ടും. എന്നാൽ ലോക്കറിലെങ്ങാനും നിങ്ങൾ കൈതൊട്ട് കഴിഞ്ഞാൽ നിങ്ങളെ എല്ലാവരെയും ഞാൻ വെട്ടുമെന്ന് ഭീഷണിപ്പെടുത്തുന്നുണ്ട് ധനലക്ഷ്മി. നീ വെട്ടാൻ പറഞ്ഞ് നെഞ്ചും വിരിച്ച് വരികയാണ് അമ്മായിമാരും. എന്തായാലും അമ്മായിമാരും ധനലക്ഷ്മിയും ചേർന്ന് പൊരിഞ്ഞ യുദ്ധമാണ് അവിടെ. ശ്രീനിവാസനാണെങ്കിൽ ഇതൊക്കെ കണ്ട് നെഞ്ചു നീറി നിൽക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്ന മഹി ദേവ്ജിയോട് പറയുന്നുണ്ട്, സാഗർ സാറിനോട് ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ അറിയിക്കും, അതാണിപ്പം നമ്മുടെ ഏറ്റവും വലിയ വെല്ലുവിളി. വാസ്തവത്തില് ഇത് എത്രയും പെട്ടെന്ന് തന്നെ അറിയിക്കേണ്ട ഒരു മഹാരഹസ്യമാണ്. സാഗർ സാർ ജയിലിലാക്കിയിരിക്കുന്നത് സാഗർ സാറിന്റെ തന്നെ മൂത്ത മകനെയാണെന്ന്. എന്തായാലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ദേവ്ജി അപ്പൊ പറയുന്നുണ്ട്, സാധാരണ എത്ര ഷോക്കിംഗ് ആയിട്ടുള്ള വാർത്തകൾ കേട്ടാലും ഞാൻ പതറി പോകാറില്ല, പക്ഷെ ഇന്ന് ലാലി അത് പറഞ്ഞപ്പോ ഒരു സ്വപ്നം ലൈവായി കാണുന്ന ഫീലായിരുന്നു എനിക്ക്. എന്നാലും എത്ര വലിയ ക്രൂരതയാ ആ ബാലുവും സുമിത്രയും കൂടെ കാണിച്ചത്. വാസ്തവത്തില് ബലരാമനല്ലേ ഇന്ന് അലികയിലെ MD ആയിട്ട് ഇരിക്കേണ്ടത്? അങ്ങനെ ചോദിച്ചു പോകുന്നുണ്ട് മഹിയും. ഇതേ സമയത്താണ് കൃഷ് അങ്ങോട്ട് വരുന്നത്. എന്താണ് MDയെ കുറിച്ച് ഞാൻ അറിയാത്ത ഒരു ചർച്ച എന്ന് കൃഷി ചോദിക്കുമ്പോ മഹി നിന്ന് ഉരുണ്ട് കളിക്കുകയാണ്. കൃഷ്ണന് ഡൗട്ടൊന്നും തോന്നാതിരിക്കാൻ ദേവ്ജി ആണെങ്കിലും ഓരോ കള്ളത്തരങ്ങൾ തട്ടിവിടുകയാണ്. അതായത് ഞങ്ങൾ പറഞ്ഞെന്ന് വെച്ചാൽ MDയുടെ പെർഫോമൻസ് ഒക്കെ അത്ര പോരാന്നായിരുന്നു ഞങ്ങളുടെ ചർച്ച. കൃഷ് അത് കേൾക്കുമ്പോ പറയുന്നുണ്ട്, ഓഹോ, ഇവന്റെ കൂടെ കൂടി സാറ് ഇവനെ പോലെ ആയി തുടങ്ങിയല്ലേ. അല്ല അതിരിക്കട്ടെ, കൺമണി എന്നോട് പറഞ്ഞത് നിങ്ങൾ രണ്ടുപേരും എന്തോ അത്യാവശ്യം മീറ്റിംഗിലാണെന്നാണല്ലോ. അല്ല എവിടെയായിരുന്നു മീറ്റിംഗ്? മറുപടി കൊടുക്കുന്ന സമയത്ത് ദേവ്ജി ഒരു സ്ഥലപ്പേരും മഹി വേറൊരു സ്ഥലപ്പേരുമാണ് പറയുന്നത്. അത് കാണുമ്പോൾ കൃഷി ചോദിക്കുന്നുണ്ട്, അതെന്താ രണ്ടുപേരും 2 സ്ഥലം പറയുന്നത്? എന്തോ ഒരു ചുറ്റിക്കളി ഉണ്ടല്ലോ. ദേവ്ജി അപ്പൊ പറയും, അത് പിന്നെ ഫാഷൻ വേൾഡ് പുതിയൊരു കമ്പനി തുടങ്ങുന്നു, ഫാഷൻ ഹബ്ബ്, പക്ഷെ അവിടെ നമുക്ക് വേണ്ട ഫണ്ടില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞ വിഷയം മാറ്റുന്നുണ്ട്. തുടർന്ന് കൃഷി ദേവ്ജി അറിയിക്കുകയാണ്, ശങ്കർ മോഹൻ സാറ് വീണ്ടും വരുന്നുണ്ടെന്നും ഇത്തവണ വലിയൊരു ഡീലാണ്, അടിച്ച ലോട്ടറിയാണ്, അച്ഛൻ വരുമ്പോ ഞെളിഞ്ഞു നിൽക്കാൻ പറ്റിയൊരു ചാൻസ് ആയത്, അതുപോലെ ഒരു ഡിസൈൻ ഉണ്ടാക്കണം. കൃഷി ഇത് പറഞ്ഞു തീർന്നതും ദേവ്ജി മഹിം ഒരേ സ്വരത്തിൽ പറയുകയാണ്, അതിനല്ലേ നമ്മുടെ കൺമണി ഇവിടെ ഉള്ളത് എന്ന്. കൃഷും പറയും, കറക്റ്റ്, ദേവ് സാർ അന്ന് പറഞ്ഞതുപോലെ ദൈവം അനുഗ്രഹിച്ചു കൊടുത്ത വിരലുകളാണ് അവളുടേത്. ആ വിരലുകൾ കൊണ്ട് ഡിസൈൻ ചെയ്താൽ ശങ്കർ മോഹൻ സാറിന്റെ പ്രോജക്റ്റ് നമുക്ക് തന്നെ കിട്ടും, അത് ഉറപ്പാ. പക്ഷെ മാനസ ഒരു പുതിയ ഡിസൈനറെ പൊക്കിക്കൊണ്ട് വരുന്നുണ്ട്. എടാ ആര് വേണമെങ്കിലും വന്നോട്ടെ, പക്ഷെ കൺമണിയുടെ കഴിവിനെ തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ല. ദേവ്ജി ആ പറഞ്ഞതിനോട് യോജിക്കുന്നുണ്ട് മഹിം. ശേഷം കൃഷി പറയും, ആ ബലരാമൻ ജയിലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്ത് വില കൊടുത്തും ശങ്കർ മോഹൻ പ്രോജക്റ്റ് BRലേക്ക് കൊണ്ടുപോകാൻ നോക്കും. അവനെ ജയിലിലിട്ട് തീർക്കേണ്ടതായിരുന്നു ഞാൻ. അവന്റെ അഭിനയമൊന്നും അവൻ ഇപ്പോഴും നിർത്തിയിട്ടില്ല. അച്ഛനും അമ്മയും ഞാനും അവനുമൊക്കെ ഒറ്റ കുടുംബത്തിലുള്ളവരെ പോലെയാ അവൻ പറയുന്നത്. ചവിട്ടി കൂട്ടനാ എനിക്ക് ശരിക്കും തോന്നിയത്. ബലരാമനെ കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോ മഹിയുടെയും ദേവ്ജിയുടെയും ഒക്കെ മുഖം വല്ലാതെ മാറുന്നുണ്ട്. ദേവ്ജി കൃഷ്ണനോട് പറയും, അതങ്ങോട്ട് വിട്ടേക്ക് കൃഷ്, നീ ഡിസൈനെ കുറിച്ച് സംസാരിക്കേ, ബലരാമനെ അവന്റെ വഴിക്ക് വിട്. പിന്നെ പുതിയ ഡിസൈൻ പ്ലാൻ ചെയ്യുന്ന കാര്യം കൺമണിയോട് ഇപ്പൊ തന്നെ പറയണ്ടേ എന്ന് മഹി ചോദിക്കുമ്പോ പറയണം, പക്ഷെ കൺമണി ആകെ മൂഡ് ഓഫാ, എന്തോ ഒരു ടെൻഷൻ പോലെ. ചിലപ്പോ വീടിന്റെ കാര്യം ഓർത്തിട്ടായിരിക്കും. ദേവ് സാർ എന്തായി, കരീം സാഹിബ് വീട് തിരിച്ചെടുത്തു തരുമോ എന്നൊക്കെ ദേവ്ജിയോട്
കൃഷി ചോദിക്കുന്ന സമയം ദേവ്ജിക്ക് ഒരു കോൾ വരികയാണ്. അത് കരീം സാഹിബിന്റെ കോൾ തന്നെയാണ്. കരീം സാഹിബ് ദേവ്ജിയോട് പറയുന്നുണ്ട്, ഒരു സന്തോഷ വാർത്ത പറയാനാണ് ഞാൻ വിളിച്ചതെന്നും കരീം സാഹിബ് ഏറ്റ കാര്യം നടത്തിയിട്ടുണ്ട്. ആ കാമദേവൻ തിങ്കളാഴ്ച വീട് എഴുതി തരും. ഇതങ്ങോട്ട് കേൾക്കുന്നതും ഒത്തിരി സന്തോഷമാകുന്നുണ്ട് കൃഷ്ണനും ദേവ്ജിക്കും മഹിക്കും ഒക്കെ. സത്യമാണോ കരീം സാഹിബ് പറയുന്നതെന്ന് ദേവ്ജി ചോദിക്കുമ്പോ, സത്യമല്ലാതെ പിന്നെ ഞാൻ പറയൂ? അവനെയും അച്ഛനെയും ആ സിയെയും നമ്മൾ കണ്ടു, പറയേണ്ട രീതിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അവന് കൊടുക്കാനുള്ള പൈസ സെറ്റാക്കിക്കോ. പൈസ റെഡിയാവാൻ താമസം ഉണ്ടെങ്കിൽ ഞാൻ തന്നെ അതും റെഡിയാക്കാം. ഇതെല്ലാം കേട്ട ഉടനെ കൃഷ്ണൻ നന്ദി പറയുന്നുണ്ട് കരീം സാഹിബിനോട്. ഇതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ലെന്നും കൂട്ടിച്ചേർക്കുമ്പോ, നന്ദിയൊക്കെ അവിടെ നിൽക്കട്ടെ, അടുത്ത റംസാന് നിങ്ങൾ എല്ലാവരും കൂടെ എന്റെ വീട്ടിലേക്ക് വന്നാൽ മതി. ഇപ്പോഴേ വിളിച്ചിട്ടുണ്ട്, വിളിച്ചില്ലെങ്കിലും വരുമെന്ന് കരീം സാഹിബിനോട് പറയുന്നുണ്ട് ദേവ്ജിയും. കൃഷ്ണൻ വീണ്ടും ചോദിക്കുന്നുണ്ട്, അവൻ എഴുതി തരുമെന്നുള്ള കാര്യം ഉറപ്പല്ലേ എന്ന്. അപ്പൊ കരീം സാഹിബ് ചിരിച്ചുകൊണ്ട് പറയും, ദേവ് സാറേ, കുട്ടിക്ക് നമ്മൾ ആരാണെന്ന് ശരിക്കും അറിയില്ല എന്ന് തോന്നുന്നു. എടാ കൃഷ്ണമോനെ, ഇനി എന്തെങ്കിലും കാരണം കൊണ്ട് തിങ്കളാഴ്ച നേരം വെളുത്തില്ലെന്നിരിക്കട്ടെ, ചൊവ്വാഴ്ച നേരം വെളുക്കുമ്പം ആധാരം നിങ്ങളുടെ കയ്യിലുണ്ടാവും. എന്ന് വെച്ചാലേ സൂര്യൻ ഉദിച്ചില്ലെങ്കിൽ മാത്രമേ തിങ്കളാഴ്ച ഇടപാട് നടക്കാതിരിക്കൂ. കരീം സാഹിബിന്റെ ആ ഒരു ഉറപ്പും കൂടെ കിട്ടുമ്പോഴത്തേക്കും ദേവ്ജി ചോദിക്കുകയാണ്, തിങ്കളാഴ്ച ഇടപാട് നടത്താമെന്ന് അവൻ പറഞ്ഞതാണോ അതോ കരീം സാഹിബ് അവനോട് പറഞ്ഞതാണോ എന്ന്. ഞാൻ പറഞ്ഞതാണെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കരീം സാഹിബ്. ഒരു തിങ്കളാഴ്ച കണക്ക് പണ്ട് കൺമണിയെ കെട്ടാൻ വേണ്ടി അവൻ പറഞ്ഞു പേടിപ്പിച്ചില്ലേ, ഇപ്പൊ ഒരു തിങ്കളാഴ്ച കണക്ക് അങ്ങോട്ടും ഞാൻ വെച്ചെന്നേ ഉള്ളൂ. ആ പറഞ്ഞത് കേട്ട് ചിരിക്കുന്നുണ്ട് കൃഷ്ണൻ മഹിയും ദേവ്ജിയും ഒക്കെ. അങ്ങനെ കരീം സാഹിബിനോട് സംസാരിച്ചതിന് ശേഷം വലിയൊരു ആശ്വാസത്തിൽ നിൽക്കുകയാണ് ദേവ്ജിയും കൃഷ്ണൻ മഹിയും ഒക്കെ. പണം നമുക്ക് വരുണിന് ക്യാഷ് ആയിട്ട് തന്നെ കൊടുക്കാവല്ലേ എന്ന് കൃഷി ചോദിക്കുമ്പോ, അത് വേണ്ടെന്നും ബാങ്ക് വഴി മതിയെന്നും ഒരു തെളിവുണ്ടാവുമല്ലോ, അവൻ കീറി ഇറങ്ങിയ ചെക്കിന് പകരം നമുക്ക് മറ്റൊരു ചെക്ക് വെച്ചു കൊടുക്കാം, അങ്ങനെ പറയുന്നുണ്ട് ദേവ്ജി കൃഷ്ണനോട്. ഇതേ സമയം കൃഷി ആ കഴിഞ്ഞ കാര്യങ്ങളെ പറ്റിയൊക്കെ ഓർക്കുകയാണ്. വരുൺ പണ്ട് കൃഷി കൊടുത്ത ആ ചെക്ക് വലിച്ചു കീറി കൃഷിന്റെ മുഖത്തേക്ക് പറത്തി വിട്ടതും ആ കാര്യങ്ങളുമെല്ലാം അതൊക്കെ ഓർത്തു കഴിഞ്ഞ് കൃഷി അങ്ങനെ ചിരിച്ചു നിൽക്കുന്നത് കാണുമ്പോ ദേവ്ജി പറയുന്നുണ്ട്, അത് കണ്ടിട്ട് എനിക്കറിയാം നീ ചിരിച്ചതിന്റെ അർത്ഥം എന്താണെന്ന്. ഏതാണ്ട് എനിക്കും മനസ്സിലായെന്ന് മഹിയും പറയും. ഇതേ സമയം വരുണാണെങ്കിൽ മറ്റൊരു ഐഡിയ പറയുകയാണ് വരുണിന്റെ അച്ഛനോട്, ഞാൻ കൺമണിയുടെ വീടും സ്ഥലവും അച്ഛന്റെ പേരിലേക്ക് എഴുതട്ടെ എന്ന്. എന്നാൽ വരുണിന്റെ അച്ഛൻ അത് സമ്മതമാവുന്നില്ല. നിന്റെ അടുത്ത കട്ടിലിൽ എന്നെയും കൂടെ കിടത്താനാണ് നിന്റെ ഉദ്ദേശം എന്ന് ചോദിക്കുന്നുണ്ട്. എന്റെ പൊന്നു മോനെ, ആ കരീം സാഹിബിനെ കുറിച്ചുള്ള വിവരം നിനക്ക് കിട്ടിയല്ലോ, അയാള് വിചാരിച്ച കാര്യം സാധിച്ചാണെന്നു. കൃഷി കാരണം കൊണ്ട് തന്നെ നിനക്ക് ആശുപത്രിയിൽ നിന്ന് ഇറങ്ങാൻ സമയമില്ലല്ലോ. ഇനി അയാളും കൂടെ കൈവച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും? ഉടനെ വരുൺ പറയും, ഇയാള് പക്ഷെ ആർക്കോ വേണ്ടി കളിക്കുകയാണെന്നാ എനിക്ക് തോന്നുന്നത്. ആർക്കോ വേണ്ടി ആയിക്കോട്ടെടാ, വീട് അയാൾ വാങ്ങൂല്ലേ, 1,00,000 രൂപ ലാഭവും കിട്ടും, പിന്നെ അധോലോകവുമായിട്ട് ഒരു പരിചയവും കിട്ടും എന്ന് വരുണിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് വരുണിന്റെ അച്ഛനും. തുടർന്ന് വരുൺ പറയും, ആ വീടിനെ കുറിച്ച് എനിക്ക് ഒരുപാട് സങ്കല്പങ്ങളായിരുന്നു. ആശുപത്രിയിൽ നിന്നിറങ്ങിയ നേരെ അവിടെ ചെന്ന് താമസിക്കണമെന്നായിരുന്നു ഉദ്ദേശിച്ചത്. എന്നാൽ നീ ഇനി അതിനെപ്പറ്റിയൊന്നും ഓർക്കണ്ടെന്നും നീ ആദ്യം ആ വീട് അധോലോകത്തിന് കൊടുക്ക്, എന്നിട്ട് ധനലക്ഷ്മിക്ക് കൊടുത്ത ആ 101 പവനും സ്വർണവും എത്രയും പെട്ടെന്ന് വാങ്ങിക്കുക. അതാണ് നിന്റെ ആരോഗ്യത്തിന് നല്ലത്. പിന്നെ കൺമണിയുടെ കാര്യം, ആ അധോലോകക്കാരുടെ നിന്ന് ഒരിക്കലും അവൾക്ക് ആ വീട് കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് നീ ഇനി ഒന്നിനെയും പറ്റി ചിന്തിക്കേണ്ട. ആ കരീം സാഹിബിനെ വിളിച്ചിട്ട് വീട് കൊടുക്കാൻ തയ്യാറാണെന്ന് തന്നെ പറ. കാശും കിട്ടും, ജീവനും കിട്ടും, ലാഭ കച്ചവടം തന്നെയത്. എന്നാൽ വരുൺ, എനിക്ക് ഒന്നുകൂടെ ആലോചിക്കണമെന്ന് പറയാണ്. വരുണിന്റെ അച്ഛന് ദേഷ്യം വരുന്നുണ്ട്. എന്നാൽ പിന്നെ നീ ആലോചിച്ചുകൊണ്ടിരിക്കുമെന്നും പറഞ്ഞ് അയാൾ അവിടുന്ന് എണീറ്റ് പോകുന്നു. അതിനുശേഷം കാണിക്കുന്ന വിഷമിച്ചിരിക്കുന്ന ശ്രീനിവാസനെ കൺമണി വിളിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഭക്ഷണമൊക്കെ കഴിച്ചു വന്ന്. ശ്രീനിവാസനാണെങ്കിൽ ഒറ്റ കരച്ചിലാണ്. കൺമണിയപ്പോ ചോദിക്കുക, അച്ഛൻ കരയാണോന്ന്. നീ വിളിക്കുമ്പോ കരയരുതെന്നൊക്കെ എനിക്ക് അറിയാം, പക്ഷെ മറിച്ചാണ് സംഭവിക്കുന്നത്. നിന്റെ ശബ്ദം കേൾക്കുമ്പോ അച്ഛന് കരച്ചിലടക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെ കേട്ട് കൺമണിക്ക് ടെൻഷൻ ആവുന്നുണ്ട്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. നീ പോയത് മുതല് ഈ വീട് ഒരു യുദ്ധക്കളമാണ് മോളെ. അന്ന് വീട് വിൽക്കാൻ വന്നില്ലേ ഒരു കരീം സാഹിബ്, അയാൾക്ക് തന്നെ വരുൺ വീട് വിൽക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അതറിഞ്ഞ് ധനലക്ഷ്മിയും നിന്റെ അമ്മായിമാരും കൂടി വലിയ വഴക്കായി. ഈ വീട് കൈവിട്ട് പോകും മോളെ, നമ്മുടെ വീട് പോയി എന്നും പറഞ്ഞ് ശ്രീനി പൊട്ടിക്കരയാണ്. കൺമണിക്കാണെങ്കിൽ ഇതറിയുമ്പോൾ ഒരുപാട് സങ്കടമാവുന്നുണ്ട്. അങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്ന കൺമണിയുടെ അടുത്ത് വന്നിട്ട് ദേവ്ജി എന്താ കാര്യമെന്ന് ചോദിക്കുമ്പോൾ കൺമണി കണ്ണീരൊക്കെ തുടച്ചിട്ട് ഒന്നുമില്ലെന്ന് പറയുന്നുണ്ടെങ്കിലും കൺമണിയോട് കാര്യം പറയാൻ തന്നെ ആവശ്യപ്പെടുകയാണ് ദേവ്ജി. അപ്പൊ കൺമണി പറയും, അച്ഛനാണ് എന്നെ ഇപ്പോൾ വിളിച്ചതെന്നും വീടിന്റെ കാര്യമൊക്കെ പറഞ്ഞ് അച്ഛൻ വലിയ വിഷമത്തിലാണെന്നും. അച്ഛന്റെ കരച്ചിൽ കേട്ട് എനിക്കും സങ്കടം വന്നുപോയി. ഉടനെ ദേവ്ജി പറയും, ഓ അതാണോ കാര്യം, എങ്കിലേ ഈ കണ്ണ് നന്നായിട്ടൊന്ന് തുടക്കി. കൺമണി കണ്ണ് തുടയ്ക്കുന്നുണ്ട്. ശേഷം ദേവ്ജി പറയും, ആ ഇനി അച്ഛനെ വിളിച്ചു പറഞ്ഞു വീട് കൈവിട്ട് പോയില്ലാന്ന്. അച്ഛനെ സമാധാനപ്പെടുത്താൻ വേണ്ടി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യമെന്ന് കൺമണി ചോദിക്കുമ്പോ, സമാധാനപ്പെടുത്താനല്ലെന്നും സത്യമാണ് പറയുന്നതെന്നും ഞാൻ എന്തെങ്കിലും കാര്യം കള്ളം പറഞ്ഞിട്ടുണ്ടോ എന്നും ചോദിക്കുകയാണ് ദേവ്ജി. അപ്പൊ കരീം സാഹിബിനെ കുറിച്ചൊക്കെ എടുത്തിടുന്നുണ്ട് കൺമണി. ഗുണ്ടയെന്നൊക്കെ കരീം സാഹിബിനെ വിശേഷിപ്പിക്കുമ്പോ ദേവ്ജി അത് കേട്ട് ചിരിക്കുന്നുണ്ട്. എന്നിട്ട് അത് എന്റെ ആളാണെന്ന് തന്നെ
കൺമണിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞിട്ടാണ് കരീം സാഹിബ് വന്നതെന്നും ആ വീട് കൺമണിയുടെ കയ്യിൽ എത്തിക്കാൻ വേണ്ടിയാണെന്നും ദേവ്ജി അറിയിക്കുന്നുണ്ട്. അതിനുശേഷം ചോദിക്കുന്നുണ്ട്, ഇന്ന് CI അനിരുദ്ധ കൺമണിയെ തടഞ്ഞു നിർത്തിയോ എന്ന്. വഴിയിൽ വെച്ച് തടഞ്ഞെന്ന് പറയുന്നുണ്ട് കൺമണി. അപ്പൊ ഒരാള് വന്ന് കൺമണിയെ രക്ഷിച്ചോ എന്ന് ദേവ്ജി ചോദിക്കുകയാണ്. അപ്പൊ കൺമണി പറഞ്ഞു കൊടുക്കും, അതെ, ഒരു നല്ല ആള്, ജീവിതത്തിൽ ഞാൻ അയാളെ ഒരിക്കലും മറക്കില്ല. അതാണ് കരീം സാഹിബ് എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ദേവ്ജി. വെറും ഗുണ്ടയല്ല, ഗുണ്ടോങ്കി ഗുണ്ട. അതുപോലെ തന്നെ നല്ല മനുഷ്യനുമാണ് അയാൾ. അവസാനം നിന്നോടൊരു വാക്ക് പറഞ്ഞത് ഓർമ്മയുണ്ടോ? ദൈവത്തിന്റെ സംരക്ഷണയിൽ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഇതൊക്കെ കേട്ട് കൺമണിക്കാണെങ്കിലും സന്തോഷവും ആശ്വാസവും ഒക്കെ തോന്നുന്നുണ്ട്. ദേവ്ജി അതോടൊപ്പം പറഞ്ഞു കൊടുക്കുന്നുണ്ട്, മോളെ, ദൈവം തീരുമാനിച്ച ചില കാര്യങ്ങളാണ് ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കൃഷും ഞാനും മഹിയും ഒക്കെ കൂടി ആ വീട് തിരിച്ചു വാങ്ങി കൺമണിയുടെ കയ്യിൽ ഏൽപ്പിച്ചു തരും. ഈ ലോണൊക്കെ പാസ്സായി വരാൻ കുറച്ച് സമയമെടുക്കും. അതുകൊണ്ട് തന്നെ കാശ് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യും. അന്നും കൺമണി അറിയണ്ട. എന്നെ കൺമണിയുടെ അച്ഛന്റെ സ്ഥാനത്താണോ കാണുന്നത്? അതേന്ന് പറയുന്നുണ്ട് കൺമണി. അങ്ങനെയാണെങ്കിൽ ഒരച്ഛൻ മകൾക്ക് കൊടുക്കുന്ന ഒരു സമ്മാനമാണെന്ന് കരുതിക്കോ. തുറന്നു പറയാലോ, കാശ് കൃഷിന്റെ തന്നെയാ, പക്ഷേ തീരുമാനം എന്റെയാ. കൺമണി, നീ ദൈവത്തിന്റെ സംരക്ഷണത്തിലാണെന്ന് അദ്ദേഹം പറഞ്ഞില്ലേ? ആ ദൈവം കൃഷ്ണന്റെ രൂപത്തിലാണ് നിന്റെ അടുത്ത് വന്നിരിക്കുന്നത്. ദേവ്ജിയുടെ വാക്കുകളൊക്കെ കേട്ട് കൺമണിയുടെ മനസ്സ് നിറഞ്ഞു പോകുന്നുണ്ട്. ആ ഒരു സന്തോഷത്തില് ഞാൻ ഇക്കാര്യം അച്ഛനെ ഇപ്പൊ തന്നെ വിളിച്ച് അറിയിക്കട്ടെ എന്ന് ചോദിക്കുമ്പോ കൺമണിയോട് വിളിച്ചു പറയാൻ തന്നെ പറഞ്ഞ് ദേവ്ജി പോകുന്നുണ്ട്. കൺമണി ഉടനെ തന്നെ ശ്രീനിയെ വിളിക്കും. ശ്രീനി കോൾ അറ്റൻഡ് ചെയ്യുമ്പോ കൺമണി സന്തോഷത്തോടുകൂടി പറയാണ്, അച്ഛൻ ആദ്യം ആ കണ്ണൊക്കെ ഒന്ന് തുടച്ചേ, ഞാനിഞ്ഞൊരു സന്തോഷ വാർത്ത അറിയിക്കാൻ പോവാ. നമ്മുടെ വീട് നഷ്ടപ്പെടില്ല അച്ഛാ. ഇത് കേട്ട് ശ്രീനി ആണെങ്കിലും സത്യമാണോ എന്ന് വിശ്വസിക്കാനാവാതെ ചോദിക്കുമ്പോ, അതെ അച്ഛാ, ആ വീട് കൈവിട്ട് പോകില്ല, എനിക്ക് ഉറപ്പ് കിട്ടി. ദേവ്സാർ ഉറപ്പ് വന്നു. അന്ന് ഈ കരീം സാഹിബ് വന്നത് നമുക്ക് വേണ്ടി വീട് വാങ്ങാന്. കൃഷ്സാറും ദേവസാറും ഒക്കെ കൂടി ആ വീട് നമുക്ക് തിരികെ തരിക. ഇതെല്ലാം അറിയുന്നതും ശ്രീനിക്കാണെങ്കിലും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് തോന്നുന്നത്. എന്റെ വിഘ്നേശ്വര, നീ കാത്തു എന്നൊക്കെ പറയുമ്പോ, അതെ, ഞാനും വിഘ്നേശ്വരനെ കാണാൻ വേണ്ടി വരിക. ഭഗവാനോട് എനിക്ക് നന്ദി പറയണം, അച്ഛനും എന്റെ കൂടെ വരണം എന്നിങ്ങനെ പറഞ്ഞ് കൺമണി ഫോൺ വെക്കുന്നുണ്ട്. ശേഷം കൺമണി അമ്പലത്തിൽ ചെന്നിട്ട് വിഘ്നേശ്വരനോടൊന്ന് പോലെ പറയാണ്, ഭഗവാനെ, ഞാനിപ്പോ നന്ദി പറയാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ജീവിതം വീണ്ടും സന്തോഷം നിറഞ്ഞതാവുകയെ. അന്ന് ഇവിടെ വെച്ച് ഉണ്ണിത്തിരുമേനി പറഞ്ഞതുപോലെയൊക്കെ സംഭവിക്കുന്നുണ്ട്. ഇപ്പോ ഉണ്ണിത്തിരുമേനി അന്ന് പറഞ്ഞു, ദൈവങ്ങൾ പോലും ദുഃഖങ്ങൾ അറിഞ്ഞിട്ടുണ്ടെന്ന്. അന്ന് മുതലാണ് മനസ്സിനൊരു സമാധാനം കിട്ടി തുടങ്ങിയത്. ഇതാ ഇപ്പൊ പൂർണ്ണമായിട്ടും ഞാൻ സന്തോഷത്തിലായി. ജനിച്ചു വളർന്ന വീട് എനിക്ക് തിരികെ കിട്ടാൻ പോവുക. എന്റെ കൃഷ്സാറാണ് എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടതും എന്റെ ആഗ്രഹം സാധിച്ചു തന്നതും. വിഘ്നേശ്വരൻ അതുകൊണ്ട് കൃഷ്സാറിനെ കൂടെ ഒന്ന് അനുഗ്രഹിക്കണേ. കൃഷ്ണനെ പറ്റി കൺമണി പറഞ്ഞതും കൃഷ് അവിടെ എത്തുകയാണ്. കൺമണി എന്ന് വിളിച്ചുകൊണ്ട് കൃഷ്ണനെ കാണുന്നതും നന്ദിപൂർവ്വം കൺമണി ഓടിച്ചെന്ന് കൃഷ്ണനെ കെട്ടിപ്പിടിക്കുകയാണ്.